ഇസ്മി നെഹല, എൻ്റെ പേര് നെഹല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താ? കുരുവിക്കുഞ്ഞുങ്ങൾക്ക് വിശന്നപ്പോൾ തേനീച്ച അവർക്ക് കൊടുക്കാൻ വേണ്ടി തേന് കൊണ്ടുവന്നു അല്ലേ? അപ്പോഴേക്കും അമ്മക്കുരുവി വന്നു അവർക്ക് മുന്തിരി കൊടുത്തു. അങ്ങനെ തേനീച്ച തൻ്റെ കൂട്ടിലേക്ക് പോവുകയാണ്. മുന്തിരി. അങ്ങനെ തേനീച്ച കൂട്ടിലേക്ക് പറന്നു പോകുമ്പോൾ ഒരു പാട്ട് പാടി. തേനീച്ച പറന്നു പോവുകയാണ് അല്ലേ? തേനും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ തേനും കൊണ്ട് പോകുമ്പോൾ തേനീച്ച പാടിയ പാട്ടാണിത്. ഈ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. നെഹല നെഹല ഇസ്മി നെഹല, നെഹല ഹുൽവ അഹല നെഹല, അസ്നഉ അസലൻ ലൈല നഹാറ, ഫീഹി ശിഫാഉൻ ലിൽ ഇൻസാനി. ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാണ് തേനീച്ച കൂട്ടിലേക്ക് പറന്നു പോകുന്നത്. തേനീച്ച എന്താണ് പാടുന്നത്? എൻ്റെ പേര് നെഹലത്താണ്, ഞാൻ അസലുണ്ടാക്കും. എന്താ അസല്? തേനല്ലേ? ഞാൻ തേനുണ്ടാക്കും. തേന് കഴിച്ചാൽ രോഗങ്ങൾ മാറും. ഞാൻ രാവും പകലും പണിയെടുത്ത് തേനുണ്ടാക്കും. അങ്ങനെയൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് തേനീച്ച പോകുന്നത്. തേനീച്ച എല്ലാ സമയവും തേനുണ്ടാക്കും അല്ലേ? പൂക്കളിൽ നിന്നും തേൻ ശേഖരിച്ചു കൊണ്ടുപോയി കൂട്ടിൽ വെച്ചത് ശരിയായ തേനാക്കി എടുക്കും. ഓക്കെ. അങ്ങനെ തേനീച്ച വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നമ്മുടെ ഉസ്ഫൂർ ഉണ്ടല്ലോ, കുരുവി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി പുറപ്പെട്ടു. അങ്ങനെ ഭക്ഷണം തേടി പോയപ്പോൾ കുരുവി എവിടെ എത്തി? ഒരു തോട്ടത്തിലെത്തി. ഒരു ഭംഗിയുള്ള തോട്ടം. ആ ഭംഗിയുള്ള തോട്ടത്തിൽ നിന്നും കുരുവി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്തുകയാണ്. അതാണ് ഈ പാഠം. പാഠത്തിൻ്റെ പേരെന്താണ്? ഹദീഖത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള തോട്ടം. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം, ജമീലത്തുൻ ഭംഗിയുള്ള. ഹദീഖത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള തോട്ടം. ഹാദിഹി ഹദീഖത്തുൻ, ഇതൊരു തോട്ടമാണ്. കാണുന്നില്ലേ? ഇതാണ് തോട്ടം. ഈ തോട്ടത്തിലെല്ലാം ഉണ്ടല്ലേ? ഹാദിഹി ഹദീഖത്തുൻ, ഇതൊരു തോട്ടമാണ്. അൽ ഹദീഖത്തു ജമീലത്തുൻ, തോട്ടം ജമീലത്താണ്, ഭംഗിയുള്ളതാണ്. ജമീല എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗിയുള്ളത്. ഫിൽ ഹദീഖത്തി അസ്മാറും വ അസ്ഹാറുൻ, തോട്ടത്തിൽ പഴങ്ങളും പൂക്കളുമുണ്ട്. ഫിൽ ഹദീഖത്തി, തോട്ടത്തിൽ അസ്മാറുണ്ട്. എന്താ അസ്മാർ? പഴങ്ങൾ. എന്താണ്? വ അസ്ഹാറുൻ, അസ്ഹാർ എന്താ? പൂക്കൾ. എന്താണ്? തോട്ടത്തിൽ എന്തൊക്കെയുള്ളത്? പൂക്കളും പഴങ്ങളും. ഓക്കെ. ഇതാ ഇനി തോട്ടത്തിലുള്ള ഓരോന്നിനെയും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതെന്താണ്? പൂവാണ് അല്ലേ? എന്ത് പൂവാണത്? റോസാപ്പൂവ്. അതിനെന്താ അറബിയിൽ പറയുക? വർദ്ധത്തുൻ. എന്താ പറയാ? വർദ്ധത്തുൻ. ഫിൽ ഹദീഖത്തി വർദ്ധത്തുൻ, തോട്ടത്തിലൊരു റോസാപ്പൂവുണ്ട്. ഫിൽ ഹദീഖത്തി, തോട്ടത്തിൽ വർദ്ധത്തുൻ, ഒരു പനിനീർപ്പൂവുണ്ട്, ഒരു റോസാപ്പൂവുണ്ട്. പിന്നെയോ അതിൻ്റെ താഴെ എന്താ ഉള്ളത്? ഖിയാർ. ഇതെന്താണ്? കക്കിരിയാണല്ലേ? കക്കിരി, കുക്കുംബർ. ഫിൽ ഹദീഖത്തി ഖിയാറുൻ, തോട്ടത്തിൽ ഖിയാറുണ്ട്, കക്കിരിയുണ്ട്, കുക്കുംബർ ഉണ്ട്. ഓക്കെ. അപ്പൊ വർദ്ധത്ത് റോസ്, ഖിയാറ് കുക്കുംബർ. അത് മാത്രമല്ല, പിന്നെ അതെന്താണ്? ചോളം. ഫിൽ ഹദീഖത്തി ദുറത്തുൻ, കോൺ അല്ലേ? തോട്ടത്തിൽ ദുറത്തുണ്ട്. എന്താ ദുറത്ത്? ചോളം. കോണ്. ഫിൽ ഹദീഖത്തി ദുറത്തുൻ, കോണ് തിന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫിൽ ഹദീഖത്തി ദുറത്തുൻ, തോട്ടത്തിൽ ദുറത്തുണ്ട്, ചോളമുണ്ട്, കോണുണ്ട്. ഫിൽ ഹദീഖത്തി യഅസൂബുൻ, യഅസൂബ് എന്താണ്? തുമ്പി. ഫിൽ ഹദീഖത്തി യഅസൂബുൻ, തോട്ടത്തിലൊരു യഅസൂബ് ഉണ്ട്, തുമ്പിയുണ്ട്. അപ്പോൾ തുമ്പിക്ക് യഅസൂബ് എന്ന് പറയും. പിന്നെ ചോളത്തിന് ദുറത്ത് എന്ന് പറയും. കക്കിരിക്ക്, കുക്കുംബറിന് ഖിയാർ എന്ന് പറയും. പന്നീർ പൂവിന്, റോസ് പൂവിന് വർദ്ധത്ത് എന്ന് പറയും. ഓക്കെ. ഇനി ഇവിടെ ഇതാ കൊടുത്തിരിക്കുന്നു. ദുറത്തുൻ, ചോളം. എന്താ വായിക്കുക? ദുറത്തുൻ. ആദ്യത്തെ അക്ഷരം എന്താണ്? ദാല്.
ദാലിനൊരു ലമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് വായിക്കും? ദു എന്ന് വായിക്കും. പിന്നെ കക്കിരിക്ക് എന്ത് പറയും? ഖിയാറുൻ. ആദ്യത്തെ കുക്കുംബറിന് ഖിയാറുൻ എന്നാണ് പറയുക. ആദ്യത്തെ അക്ഷരം എന്താണ്? ഖാ. ഇല്ല, ഖാഇന്റെ അടിയിൽ കസറുണ്ട് അല്ലേ, അപ്പോൾ ഹി എന്ന് വായിക്കും. ഖിയാറുൻ. പിന്നെ ഇതെന്താണ്? തുമ്പി. തുമ്പിക്ക് എന്ത് പറയും? യഅസൂബുൻ. ആദ്യത്തെ അക്ഷരം യ. യഅസൂബുൻ, തുമ്പി. ഓക്കെ. ജമാൽ ഉസ്ഫൂറു അൽ അസ്മാറ. നമ്മുടെ കുരുവിയില്ലേ, ആ കുരുവി എന്ത് ചെയ്തു എന്നറിയോ? പഴങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി കുറേ പഴങ്ങൾ ശേഖരിച്ചു, കുരുവിയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ കുരുവി ശേഖരിച്ച് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഇതാണ്, ഖിയാറാണ് അല്ലേ, കുക്കുംബർ. എത്ര ഖിയാറുണ്ട് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8. 8 ഖിയാറുണ്ട് അല്ലേ. 8ന് എന്താണ് പറയുക അറബിയില്? സമാനിയത്തുൻ. എന്താ പറയുക? സമാനിയത്തുൻ. 8 എന്നിങ്ങനെയാണ് അറബിയിൽ എഴുതുക. 8 സമാനിയത്തുൻ, ഇങ്ങനെയാണ് സമാനിയത്തുൻ എന്ന് എഴുതുക. 8 സമാനിയത്തുൻ. ഇനി അടുത്തത് കുരുവി ശേഖരിച്ചത് ആപ്പിൾ ആണ് അല്ലേ. എത്ര ആപ്പിളാണുള്ളത്? എണ്ണി നോക്കിയാൽ 9 കാണാം. 9ന് എന്താ പറയുക? തിസ്അത്തുൻ. 9 എന്ന് ഇങ്ങനെയാണ് എഴുതുക, നീല നിറത്തിൽ എഴുതിയത് കാണാം. പിന്നെയോ തിസ്അത്തുന്ന് ഇതേപോലെ എഴുതും അല്ലേ. അപ്പോൾ തിസ്അത്ത് 9. പിന്നെ ഇതെന്താണ്? പോംഗ്രനേറ്റ്, അനാർ അല്ലേ. റുമ്മാൻ എന്ന് പറയാം. റുമ്മാൻ എത്രയുണ്ട്? 10 എണ്ണമുണ്ട്. 10 എന്നിങ്ങനെയാണ് എഴുതുക. 1ഉം ഒരു 0ഉം. 0 കുത്താണ് അറബിയിൽ. നമ്മൾ 0 വട്ടമാണ് ഇടാറല്ലേ, പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ കുത്ത്. ഇത് 1ആണ്, അലിഫല്ല 1. 1ഉം ഒരു കുത്തും, അതായത് 1ഉം 0ഉം. അപ്പോൾ 10 എന്ന് വായിക്കും. 10 അശറ. 10ന് എന്താ പറയുക? അശറത്തുൻ. ഓക്കെ, ഇങ്ങനെയാണ് അശറത്തേത്. അപ്പോൾ 1 മുതൽ 7 വരെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇനി 8ന് എന്ത് പറയും? സമാനിയത്തുൻ. 9ന് തിസ്അത്ത്. 10 അശറത്ത്. അപ്പോൾ 1നോ? വാഹിദ്. 1 വാഹിദ്, 2 ഇസ്നാനി ഫ്രൂട്ട്സ്, 3 സലാസ, 4 അർബഅ, 5 ഖംസ, 6 സിത്ത, 7 സബ്അ, 8 സമാനിയ, 9 തിസ്അ, 10 അശറ. ഇങ്ങനെയാണ് എണ്ണം 10 വരെ അല്ലേ. ഇവിടെ എണ്ണിയത് നോക്കൂ, 8 9 10. ഇതിന് നിറം കൊടുക്കാം. ഓക്കെ.